നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷത്തിന് മുന്നിൽ തോറ്റ് തൊപ്പിയിട്ട് അടിയറവ് പറഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ. ഇരട്ടച്ചങ്കന്റേത് ഓട്ടച്ചങ്കാണെന്ന് ഇപ്പോൾ പുറത്തുവന്ന ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാണ്. പ്രതിപക്ഷത്തോടുള്ള പ്രതികരണങ്ങൾ കരുതി വേണമെന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPMന്റെ എല്ലാ നേതാക്കളോടുമാണ് പിണറായി വിജയൻ ഇത് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന് വർദ്ധിത വീര്യം കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രതികരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. നിയമസഭാ നടപടികളുടെ തുടർച്ചകൾ ചർച്ച ചെയ്യാൻ ചേർന്ന LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. പലപ്പോഴും സഭാ സമ്മേളനം സംഘർഷഭരിതമാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ. കിട്ടിയ അടിയുടെ ചൂട് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഒപ്പമുള്ളവരോട് പ്രതിപക്ഷത്തെ കൈവയ്ക്കാൻ ചെല്ലുമ്പോൾ ഒന്ന് കരുതി വേണമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. എന്താണെന്ന് അറിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിപക്ഷം അങ്ങ് ഉണർന്നിട്ടുണ്ട്. നിയമസഭയിലൊക്കെ അടിയോടടിയാണ്. പ്രതിപക്ഷത്ത് ഉള്ളവരിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് ഭരണപക്ഷത്തുള്ളവർക്ക് മറുപടി പറയാൻ പോലും കഴിയുന്നില്ല. അമ്മാതിരി അടിയാണ് നിയമസഭയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. PD സതീശനൊക്കെ സ്പീക്കറിന് നേരെ പോലും വാളെടുത്തിരിക്കുകയാണ്. സ്പീക്കർ കസേരയിൽ ഇരുന്നു കൊണ്ട് ഷംസീർ ഭരണപക്ഷത്തിന് വേണ്ടി വിടുവേല ചെയ്യുകയാണ്. അതിനെയും ചോദ്യം ചെയ്തു പ്രതിപക്ഷം. എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണമെന്നാണ് മുഖ്യമന്ത്രി പാർട്ടി അണികൾക്കും നേതാക്കൾക്കുമെല്ലാം മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. സൈബർ സഖാക്കളും സൂക്ഷിക്കണം. സൈബർ ഇടത്തിലും കോൺഗ്രസുകാർ കയറി ഇറങ്ങി CPMകാരെ അടിച്ചൊതുക്കുകയാണ്. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആഞ്ഞടിച്ചിരുന്നു. പുറത്തുനിന്നുള്ള ആൾക്കാർ KSUക്കാർക്കൊപ്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ പ്രസംഗത്തിനാണ് VD സതീശൻ മറുപടി കൊടുത്തത്. നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഇൻക്യുബേറ്ററിൽ വിരിയിക്കുന്ന ഗുണ്ടാപ്പട നിങ്ങളെയും കൊണ്ടേ പോകൂ എന്ന് SFIയെ കുറിച്ച് VD സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഒരറ്റത്തൂടെ SFIയെ വെളുപ്പിച്ചുകൊണ്ട് വന്നപ്പോഴാണ് VD സതീശൻ ഇത്തരത്തിൽ കയറി അടിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് KSUക്കാർ പുറത്തുനിന്ന് ആൾക്കാരെ കൂട്ടി ക്യാമ്പസിൽ വന്നതുകൊണ്ടാണ് SFI പ്രതികരിച്ചതെന്നാണ്. എന്നാൽ ഇതേ കോളേജിലെ KSUക്കാരും അവിടുത്തെ വിദ്യാർത്ഥികളും പറയുന്നുണ്ട് SFIക്കാരാണ് പുറത്തുനിന്നും രാത്രിയിലും പകലുമൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ പോകാതെ ഹോസ്റ്റലുകളിലും മറ്റും ഇപ്പോഴും കഴിയുന്നുണ്ടെന്ന് KSUക്കാർ വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെന്ത് മറുപടിയാണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? നിയമസഭയിൽ ഭരണപക്ഷത്തെ കുടയുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും വായടഞ്ഞു പോകുകയാണ്. ഒരക്ഷരം മിണ്ടിയാൽ അത് ബൂമറാങ് പോലെ മുക്കിനിട്ട് തിരിച്ചടിക്കുന്നു. പൂക്കോട്ടെ സിദ്ധാർത്ഥന്റെ മരണവും പിന്നാലെ ഉണ്ടായ വിവാദങ്ങളും ഒക്കെ നിയമസഭയിൽ ഒരറ്റത്തൂടെ ചോദ്യം ചെയ്തു വരികയാണ്. അതിന്റെ കൂട്ടത്തിലാണ് കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ അതിക്രൂരമായ മർദ്ദനത്തെക്കുറിച്ചും നിയമസഭയിൽ പ്രതിപക്ഷം കത്തിക്കയറിയത്. ഇങ്ങനെ കത്തിക്കയറി വന്നപ്പോഴാണ് പിണറായിക്ക് വായിലെ പിരിവെട്ടിപ്പോയത്. തിരിച്ചൊരു മറുപടിയും കൊടുക്കാനില്ലാത്ത സാഹചര്യം. പ്രതിപക്ഷത്തു നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇരട്ടച്ചങ്ക് കൊണ്ട് നേരിടാൻ പോയിട്ട് ഓട്ടച്ചങ്ക് കൊണ്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങി ഓടാനാണ് ശ്രമിച്ചത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ് പ്രതിപക്ഷം ഉണർന്നിരിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. സൈബർ ഇടത്തിൽ വാഗ്വാദത്തിന് പോകുന്ന സഖാക്കളും സൂക്ഷിക്കുക. ക്യാപ്സൂളുകൾ വാരി വിതറുമ്പോൾ തിരിച്ചടി അതിശക്തമായി കിട്ടും. അതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കൊക്കെ ചോർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ മുഖ്യമന്ത്രിക്ക് മറ്റൊരടി കൂടി കിട്ടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നടന്ന CPM ദക്ഷിണ മേഖല റിപ്പോർട്ടിംഗിൽ SFIക്കാർക്കെതിരെ അടക്കം രൂക്ഷ വിമർശനം വന്നു. മുഖ്യമന്ത്രിക്ക് നേരെയും വിമർശനം ശക്തമായി. ഇവരെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നതിനെതിരെ ശക്തമായ മറുപടി പല ഭാഗത്തു നിന്നും ഉണ്ടായി. SFIയിലെ ചില പ്രവണതകൾ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നടിച്ചു. കായംകുളം MSF കോളേജിൽ SFI നേതാവ് ഉൾപ്പെട്ട വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദവും സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും
CPM-നെയും SFI-യെയും ജനങ്ങൾക്കിടയിൽ ഇടിച്ചു താഴ്ത്തുന്ന സാഹചര്യമുണ്ടാക്കി. അതിനാൽ യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് പോകരുതെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്.